കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ RSSുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് ആരാ? ഞങ്ങൾ ഒരു ഘട്ടത്തിലും രാഷ്ട്രീയ മുന്നണി എന്ന രീതിയിൽ RSSുമായിട്ട് ചേർന്നിട്ടേയില്ല. എന്നാൽ കോൺഗ്രസ് വിമോചന സമരത്തിൻ്റെ ഘട്ടത്തിലാണ് ആദ്യമായിട്ട് RSSുമായി സഹകരിക്കുന്നത്. വിമോചന സമരത്തിലാണ് അവർ കാര്യമായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിലേക്ക് അവർ മത്സരിക്കാൻ തയ്യാറായിട്ട് വരുന്നത്. അപ്പോൾ RSS യഥാർത്ഥത്തിൽ കേരളത്തിലെ UDFുമായിട്ടാണ് പിന്നീട് മത്സരിച്ചത്. അവർ ചെയ്യുന്നതുകൊണ്ടാണ് യോജിച്ച് മത്സരിച്ചത്. മതനിരപേക്ഷ ഉള്ളടക്കം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഞങ്ങൾ വരുത്തിയിട്ടില്ല. കാരണം RSS ഉൾപ്പെടെയുള്ള വിഭാഗത്തോട് നിങ്ങളുടെ നിലപാടെന്താണ് എന്ന് ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്ന സന്ദർഭത്തിൽ സഹകരിച്ച പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം എന്ന രീതിയിൽ സഖാ VMS അന്ന് തലശ്ശേരി ഉൾപ്പെടെയുള്ള 4 ഉപതെരഞ്ഞെടുപ്പിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വ്യക്തമായൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു. ആ ചോദ്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ നിലപാട് RSS ഉൾപ്പെടെയുള്ള അന്ന് ജനതയോട് നിലപാടെന്താണ്? അന്ന് ചരിത്രപ്രസിദ്ധമായ ഒരു പ്രസംഗം സഖാവ് EMS തലശ്ശേരിയിൽ നടത്തി. അത് RSSൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നാണ്. RSSൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചത് സഖാവ് EMS ആണ്. അത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1980 മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രമാണ്. അപ്പോൾ ഒരു തരത്തിലുള്ള ബന്ധവും ഇടതുപക്ഷ പ്രസ്ഥാനവുമായിട്ട് RSSന് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് ഇടതുപക്ഷം ആ 4 സീറ്റും ജയിക്കുന്ന സ്ഥിതിയാണ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടും ഉണ്ടായത്. തുടർന്ന് നമുക്കറിയുന്നത് പോലെ RSSും BJPയും കോൺഗ്രസും ചേർന്ന് മത്സരിച്ചത് വടകര പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലും അതുപോലെ തന്നെ ബേപ്പൂർ അസംബ്ലി നിയോജകമണ്ഡലത്തിലുമാണ് കോലിബി സഖ്യം ഉണ്ടാക്കിയത്. ആ സഖ്യത്തെയും പരാജയപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ജനതാ പാർട്ടിയുമായിട്ട് ഐക്യമുന്നണി ഉണ്ടാക്കിയത് ഈ ഉൾപ്പെടെയുള്ള ഈ UDF ആണ്. 1980 അന്നാണ് രാജഗോപാലൻ മത്സരിച്ചത് കാസർഗോഡ്, രാജഗോപാലൻ. അന്നാണ് KG മാരാർ മത്സരിച്ചത് കൂത്തുപറമ്പ്. അന്ന് കൂത്തുപറമ്പ് എന്നല്ല ആ നിയോജകമണ്ഡലത്തിൻ്റെ പേര്, പെരിങ്ങളം എന്നാണ്. ആ പെരിങ്ങളം നിയോജകമണ്ഡലത്തിലാണ് ഇന്നത്തെ നമ്മുടെ വനവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനാണ് അവിടെ മത്സരിച്ചിരുന്നത്. അവിടെ ജയിച്ചു. രാജഗോപാലിനെതിരായിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചത് രാമണ്ണറയാണ്. രാമണ്ണറ ജയിച്ചു. ലീഗും കോൺഗ്രസും ചേർന്ന മുന്നണിയിലായിരുന്നു ഈ പറയുന്ന ജനതാ പാർട്ടി അന്നുണ്ടായിരുന്നത്. ഇതെല്ലാം മറച്ചു വെച്ചിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അതിശക്തിയായ മുന്നേറ്റം വർഗീയതക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നിലമ്പൂരിൽ ഞാനെന്തോ പറഞ്ഞിരിക്കുന്നു എന്ന് പച്ച കള്ളം അടിച്ചു വിടുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഇതിൽ ഓരോന്നിലും വന്ന മാറ്റങ്ങളും വിഗതികളും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. ഒരു ഘട്ടത്തിലും CPIM RSSുമായി ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല എന്ന കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. പലപ്പോഴും വന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള ഘട്ടത്തിൽ കണ്ട ജനകീയ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി എല്ലാവരും ചേർന്ന് മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇതിൻ്റെ ഭാഗമായി ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. മുമ്പ് തന്നെ പരിശോധിച്ച് നോക്കി EMSനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ കേരളത്തിൽ എത്ര ശക്തമത്തായ ഇടപെടലാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. ഈ RSSുമായിട്ട് ബന്ധപ്പെട്ട് ജനസംഘം സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചല്ലോ. ആദ്യമായിട്ട് നടത്താൻ തീരുമാനിച്ച 4 മണ്ഡലത്തിലാണ്. എപ്പോഴും വിമോചന സമരം കഴിഞ്ഞതിന് ശേഷം. ആ വിമോചന സമരം കഴിഞ്ഞതിന് ശേഷം 4 നിയോജക മണ്ഡലത്തിൽ അവർ മത്സരിക്കാൻ, കോഴിക്കോട് 2, ഗുരുവായൂർ, അണ്ടത്തോട്, പട്ടാമ്പിയിലാണ് EMS മത്സരിക്കുന്നത്. EMS മത്സരിക്കുന്ന പട്ടാമ്പിയിൽ അവിടെ യഥാർത്ഥത്തിൽ ദീൻദയാൽ ഉപാധ്യായയാണ് കേരളത്തിൽ വന്ന് ഈ 4 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 4 സ്ഥാനാർത്ഥികളും മത്സരരംഗത്ത് വന്നു. മത്സരരംഗത്ത് വന്നപ്പോൾ കോൺഗ്രസുമായിട്ട് ഞാൻ ഈ പറഞ്ഞ ദീൻദയാൽ ഉപാധ്യായുമായി ചർച്ച നടത്തിയിട്ട് EMSനെ തോൽപ്പിക്കണം. EMS ആയിരുന്നല്ലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നത്. അതുകൊണ്ട് EMSനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി
നിങ്ങളവിടെ സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്ന് ദീൻദയാൽ ഉപാധ്യായയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തിയിട്ട് ദീൻദയാൽ ഉപാധ്യായ തന്നെ നേരിട്ട് പ്രഖ്യാപിച്ച പട്ടാമ്പിയിലെ അന്നത്തെ സ്ഥാനാർത്ഥിയെ RSSന്റെ ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയെ അവർ പിൻവലിച്ചു. അങ്ങനെ പിൻവലിച്ചിട്ടാണ് മാധവ മേനോനെയാണ് അവിടെ സ്ഥാനാർത്ഥിയായി ഇവർ നിശ്ചയിച്ചിരുന്നത്. മാധവ മേനോനെ പിൻവലിച്ചു. അങ്ങനെ അവിടെ EMSനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി അവർ ഒരു സംയുക്ത സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു. ആ സ്ഥാനാർത്ഥിയാണ് രാഘവൻ നായർ. ഇതൊന്നും ചരിത്രം മനസ്സിലാക്കാതെ വിശദീകരിക്കാൻ സാധിക്കുന്നതല്ലോ. രാഘവൻ നായർ അവിടെ പിന്നീട് തോറ്റല്ലോ. കോൺഗ്രസും അതുപോലെ തന്നെ ഈ സംഘപരിവാർ വിഭാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജനസംഘവും ചേർന്ന് സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് തോറ്റില്ലല്ലോ. ബേപ്പൂരും വടകരയും ഞാൻ നേരത്തെ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ശക്തിയായി മുന്നോട്ടേക്ക് പോകാൻ കഴിഞ്ഞു. AKGയെ തോൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതേപോലെ തന്നെയുള്ള RSS സ്ഥാനാർത്ഥി കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചല്ലോ. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നമുക്കിതിൻ്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഉണ്ട്. കോൺഗ്രസും പ്രത്യേകിച്ച് ഇവിടെ ലീഗ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് കോലീബി സഖ്യമുണ്ടാക്കി ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി നടത്തിയ പാരമ്പര്യം കടക്കുമ്പോൾ തികച്ചും തെറ്റായ രീതിയിൽ RSSുമായി ഒരിക്കലും രാഷ്ട്രീയ ബന്ധം ഉണ്ടാക്കാത്ത CPIMനെ പറ്റി RSSന് വോട്ട് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട എന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സഖാവ് EMSനെ പോലുള്ള ആളുകൾ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും സഖാവ് പിണറായി വിജയൻ ഇന്നത്തെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നിലമ്പൂരിൽ നടന്ന 7 റാലിയിലും വിഭജനവാദികളുടെയും വർഗീയവാദികളുടെയും പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ഘട്ടത്തിൽ ആളെ പറ്റിക്കുന്നതിന് വേണ്ടി വർഗീയവാദികൾ, വർഗീയ സ്വഭാവമുള്ള ശക്തികൾ, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിൻ്റെ വക്താക്കൾ ഞങ്ങൾക്കെതിരായിട്ട് കള്ളപ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ള പശ്ചാത്തലത്തിലാണ് ഞാൻ ആ കാര്യം ഇത്രയും വിശദമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതാണ് രണ്ടാമത്തെ കാര്യമെന്ന രീതിയിൽ പറയാനുള്ളത്.